ലാൽകുമാർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നു എന്ന്. നാല് വരികളുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടത്. പറവൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം അത് BJP ബന്ധത്തിലല്ലേ എന്നതായിരുന്നു ചോദ്യം. ഒരു 3-4 തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ കൂടിക്കാഴ്ചയുടെ ഒരു 4-5 ഉദാഹരണങ്ങളും 2-3 ഫോട്ടോകളും ഉൾപ്പെടെ വലിയൊരു പോസ്റ്റാണ് VD സതീശന്റെ മറുപടി. ഇല്ല, സതീശൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് മറുപടി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വൃത്തിയായിട്ട് മറുപടി പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് സൂചിപ്പിക്കാം. തൃശ്ശൂർ എങ്ങനെ നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി? 1-ാം സ്ഥാനത്ത് നിന്ന് പ്രതാപനിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയക്കാരനായ കെ മുരളീധരൻ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നിങ്ങൾക്ക് പോയ വോട്ട് എങ്ങനെ ഇയാളിലേക്ക് പോയി, സുരേഷ് ഗോപിയിലേക്ക് പോയി? ഇതിന് മറുപടി പറഞ്ഞാൽ മതി. സതീശന് ഈ ഫോട്ടോ ഒന്നും തപ്പി വേറെ നടക്കേണ്ട കാര്യമില്ലല്ലോ. കയ്യിലിരിക്കുകയല്ലേ കാര്യം. എന്താ കണക്കെന്ന് പറഞ്ഞാൽ പോരെ. നമ്മുടെ വോട്ട് അവിടെ എന്തായാലും കൂടിയിരിക്കുകയാണ്. സുനിൽകുമാറിനോട് വോട്ട് കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ CPM 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരിക്കലും BJP ജയിച്ചിട്ടില്ല. കോൺഗ്രസിലേക്ക് പോയാൽ പോലും സാധാരണഗതിയിൽ നമ്മൾ നടക്കുക BJP ഒഴിവാക്കി നിർത്താനുള്ള രാഷ്ട്രീയമാണ് നമ്മളിവിടെ കളിച്ചിട്ടുള്ളത്. ഇപ്പൊ കാസർഗോഡ് എടുക്കുക, മഞ്ചേശ്വരം എടുക്കുക, ഇവിടെ ഒക്കെ ജയിക്കുന്നത്. അവരും പറയുന്നത് ആ ന്യായമാണ്. നോക്കൂ, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ജയിക്കുമെന്ന ഇടത്ത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വോട്ട് തന്നുകൊണ്ടാണ് തൃശ്ശൂരിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായി പോയതെന്നാണ് അവർ പറയണേ. അതെ അതെ അതെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അപ്പൊ അടുത്ത പറയണം കെ മുരളീധരൻ എന്ന് പറഞ്ഞ ആളെ തോപ്പിക്കാൻ കൊണ്ട് നിർത്തിയാന്നോ പറയണം. അത് പറയുന്നില്ലോണ്ടോ? ചുമ്മാ ഈ രേണു അവര് പറയുന്നത് കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ നിൽക്കരുതേ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ. എനിക്കറിയാമല്ലോ, ഞാൻ കുറച്ചാളെ രാഷ്ട്രീയമായി. ഞാൻ പറയട്ടെ. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ ഇടയ്ക്ക് ഞാൻ എന്റെ ഫോൺ കട്ടായി പോയെങ്കിലും കുറച്ച് കാര്യങ്ങളെയും കേട്ടു. ഈ പറയുന്ന എല്ലാ ആൾക്കാരും മത്സരിക്കുന്നത് ജയിക്കാനായിട്ടാണ്. കേരളത്തിൽ BJP ഒരുപാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അവർ ജയിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അവരെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു. നിയമമണ്ഡലത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, നിയമസഭാ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് രാജഗോപാൽ, നമ്മളെല്ലാം രാജേട്ടനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് വന്നത്? CPM-ന്റെ വോട്ട് കൊണ്ടാവുന്നേ. നോക്കൂ, ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപരമായ ഒരു നിമിഷമായിട്ടാണ് അതിനെ കാണുന്നത്. ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. അല്ലാന്ന് ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാൻ പറ്റും. നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ഒരാൾ കയറുമ്പം നമുക്കിവിടെ കയറാൻ പറ്റുന്ന സ്ഥലമാണ്. അകറ്റി നിർത്തിയ ഒരു സ്ഥലത്തേക്ക്, കേരളം അകറ്റി നിർത്തിയ ഒരു സ്ഥലത്തേക്ക് അവർക്ക് കയറാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ വോട്ട് ഉണ്ടായത് CPM-ന്റെ വോട്ട് ഉണ്ടായെന്ന് പറയാമോ? അതിൽ ന്യായം പറയുകയാണ്. പാർലമെന്റിലേക്ക് ആദ്യമായി ഈ പറയുന്ന താമര ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചപ്പം ഇവരുടെ വോട്ട് 3-ാം സ്ഥാനത്ത് 70,000-80,000 വോട്ട് കുറഞ്ഞു. അതിന് കണക്കില്ല. പിന്നെ അതിനകത്ത് ലോജിക്ക് കണ്ടെത്തി അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എത്ര വേണേ പറഞ്ഞോട്ടെ. കാണുന്നവന് ബോധമുണ്ടല്ലോ. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 2-ാം സ്ഥാനക്കാരെ സഹായിക്കാൻ വേണ്ടി 1,00,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. ഓർത്തോണം, TN പ്രതാപൻ. കേരളത്തിൽ കോൺഗ്രസ് അനുകൂല തരംഗം നിൽക്കുന്ന സ്ഥലത്താണ് രേണു രാഷ്ട്രീയം പറയുന്നത്. രേണു മാധ്യമപ്രവർത്തകയല്ലേ? നിങ്ങൾ എത്ര നാളായി രാഷ്ട്രീയം വീക്ഷിക്കുന്നു? കേരളത്തിലെ 20 സീറ്റും ജയിക്കും എന്ന് രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു. മൊത്തത്തിൽ തരംഗമുള്ള ഒരു സമയത്താണ് നിങ്ങൾ പറയുന്നത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ ജയിപ്പിക്കാൻ അവർ വോട്ട് ചെയ്തെന്ന്. എവിടെ ആരോടായി? പരിഹാസ രൂപേണ അവരുടെ ന്യായം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പറയാതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടു. കാര്യം പരിഹാസ രൂപം എന്ന് പറഞ്ഞ പ്രശ്നം എന്നറിയോ? നമ്മൾ ശബ്ദം മാത്രം കേൾക്കുന്നതുകൊണ്ടൊരു പ്രശ്നമാണ്. നിങ്ങളുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ കാണുന്നില്ല. ഞാൻ ഫോണിൽ കൂടെ കാണുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് രേണു അങ്ങോട്ട് പൊസിഷൻ പിടിച്ചു എന്ന് എനിക്ക് സംശയം വന്നു. അപ്പൊ ഈ പറയുന്ന ഇവരുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർ കളിക്കുന്നത് CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. എല്ലായിടത്തും കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം. ഇവിടെ ED-യെ കുറിച്ച് പറഞ്ഞല്ലോ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്താ നേട്ടം? സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അശ്ലീല കാഴ്ച എന്ന് പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനാണ്. അരവിന്ദ് കെജ്രിവാളിനെ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവിടെ ശ്രീജിത്ത് ഇരിപ്പുണ്ടല്ലോ. ശ്രീജിത്തിനോട് ചോദിക്കുക. ശ്രീജിത്ത് എന്റെ സുഹൃത്താണ്, സ്നേഹിതനാണ്. ശ്രീജിത്തിനോട് ചോദിക്കുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു. കോൺഗ്രസ്സുകാരാ, BJP-ക്കാർ പോലുമല്ല. ഡൽഹിയിലെ BJP ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒച്ച അവിടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് BJP അല്ലെന്നേ, ഈ പറയുന്ന കോൺഗ്രസ്സുകാരാ. അവസാനം ആ മനുഷ്യൻ വെളിയിൽ നിന്ന് അയാൾക്കെതിരെ ചാർജ് ഷീറ്റ് ഇല്ല, അയാളെ പൂർണ്ണമായും വിടുതൽ കൊടുത്തു. അതിനുപോലും ഇല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത്. അതിൽ അങ്ങേര് ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കരയുന്ന ഒരു സീനുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം പറയുകയാണ് വന്നിരുന്ന് മോഡിയുടെ മോശം നയം. ശരി, മോഡിയുടെ മോശം നയം നിങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? ഇരട്ടത്താപ്പല്ലേ ഇവര് പറയുന്നത്?
ഇവർക്ക് ആദ്യ അവസാനം വരെ ഇവർക്ക് ഒരു കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവർക്ക് അധികാരം പിടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയും. ഇവർ പറഞ്ഞല്ലോ കേരളത്തിലെ രാഷ്ട്രീയം അതാണ്, ഡീലാണ്. ഇവരുടെ ഡീൽ എന്താ? മഹാരാഷ്ട്രയിൽ ഇവർ ജയിപ്പിച്ചവരെല്ലാം BJP ചേർന്നു. ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനത്തെയും കോൺഗ്രസ്സുകാർ ജയിച്ചവനൊക്കെ റിസോർട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക, അവിടുന്ന് ഓടുക, BJPയുടെ പാളയത്തിൽ പോവുക, നാണവും മാനവും ഉളുപ്പുള്ളവനൊക്കെ ഈ ഒരു ടിക്കറ്റ് മത്സരിച്ചിട്ട് അപ്പുറത്ത് പോവോ? എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ എന്റെ ദേശീയ പാർട്ടി ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടി, വേറെ ആരുമില്ല എന്നൊക്കെ പറയുക. BJPയുടെ അമിത്ഷായും കൂട്ടരും ചേർന്ന് ഇവരെ വിലക്ക് മേടിക്കാൻ നേരത്തെ എല്ലാം വിലക്ക് മേടിച്ചു. ആടിന് തീറ്റ കൊടുക്കുന്ന പോലെ ഈ പറയുന്ന പ്ലാവല കാണിച്ച് ആടിനെ വിളിച്ചോണ്ട് പോകുന്നവർ ഇവരെ എല്ലാം വിളിച്ചോണ്ട് പോയി. ഇവരുടെ ഇപ്പം BJPയുടെ മന്ത്രിസഭയിലുള്ള എത്ര കോൺഗ്രസ്സുകാരുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിലുണ്ടായിരുന്ന എത്ര പേരുണ്ട്? ഇതാ എന്നിട്ട് BJP വിരുദ്ധ രാഷ്ട്രീയം കളിക്കുന്നവര് CJP പോട്ടെ, കേരളത്തിലിരിക്കുന്ന VD സതീശൻ എന്തേലും പറയട്ടെ, ഈ രാഹുൽ ഗാന്ധിക്ക് പറയാൻ നാണമില്ലേ CJP എന്ന് പറയാൻ? ഇത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡോർ നടത്തിയിട്ട് നിങ്ങൾ ആൾക്കാരെ പിടിച്ചു നിർത്തുക. അത് പിടിച്ചു നിർത്താൻ പറ്റാതെ വൃത്തികെട്ട രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം വർഗീയത കളിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരെ പോലെ വേറെ ആരുമില്ല. നോക്കൂ, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. രാമക്ഷേത്രം കളിച്ചത് BJP ആണ്. ഈ രാമനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനു മുമ്പ് ഈ രാമക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ഈ മോഡൽ ഉണ്ടാക്കി UPയിലും ബീഹാറിലും കൊണ്ടു നടന്ന ആളാണ് രാജീവ് ഗാന്ധി. അതറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഈ പ്രോട്ടോടൈപ്പ് രാമനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് രാമന്റെ സീരിയലിന്റെ വെച്ച് രാഷ്ട്രീയം കളിച്ച് അപ്പൊ ബിജെപിക്ക് മനസ്സിലായി ഇവിടെ ശക്തമായ ഒരു രാമന്റെ രാഷ്ട്രീയത്തിനൊരു സാധ്യത ഉണ്ടെന്ന്. അവർ യഥാർത്ഥ രാമനെ എടുത്തും കളിച്ചു. ഇതൊക്കെ വന്നിട്ട് വർഗീയതയുടെ കളി BJPയുടെ. ഇവർക്കിത് പറയാൻ ഒരു അവകാശവും ഇല്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് ഈ മനുഷ്യനാ നരസിംഹറാവുവാ, അല്ല പിണറായി വിജയനോ ജ്യോതി ബസുവൊന്നും അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പോലും ഇല്ല. അവരാണ് പൊളിച്ചതെങ്കിൽ അത് വേറെ വിഷയം. അപ്പൊ ഇത് ചുമ്മാതെ ഇവർക്ക് കാണിക്കാൻ പറ്റുന്ന വൃത്തികരല്ല അവർക്ക് കയറി കാണിച്ചിട്ട് പിന്നെ CJP ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. അധികാരം പിടിക്കാനുണ്ടല്ലോ, അധികാരത്തിന്റെ ദുർമോഹം കൈയിട്ട് വാരാനുള്ള ആർത്തിക്ക് എങ്ങനെയും പിടിക്കാനായിട്ടുള്ള കളിയാ. അതിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് നമ്മൾ പിന്നെ തീരുമാനിക്കും. അപ്പം സുധാരൻ പറഞ്ഞാരാ അല്ല, അത് മറ്റേ പുള്ളിയാ, രമേശ് ചെന്നിത്തല. ശരി, അത് നമ്മൾ ഇന്നലെ ഒന്ന് ചർച്ച ചെയ്തതാണ്. എന്തായാലും തൽക്കാലത്തേക്ക് ആ ചർച്ചകൾക്ക് അവധി നൽകിയിരിക്കുന്നു കോൺഗ്രസ് എന്നാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. താങ്കൾ ദയവായി തുടരണം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.